കൊച്ചച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രോഗ്രാം അവതരിപ്പിച്ച വാളിയപ്പാടം സോണിലെ എല്ലാ അംഗങ്ങളെ, ഇവിടെ കാണാനെത്തിയിരിക്കുന്ന, ഈ പ്രോഗ്രാം വീക്ഷിച്ച് ഇതിനെ വിജയത്തിലെത്താൻ എത്തിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ എൻ്റെ സ്നേഹമുള്ള പല വിവിധ സോണിലെ അംഗങ്ങളെ, നമ്മളുടെ ഈ വാർഷികം ഒരു വേള ചില തടസ്സങ്ങളും വിയോഗങ്ങളും കൊണ്ട് ഒരു തടസ്സം നേരിട്ടു. ആ വേർപാട് ഇന്നും ഒരു ദുഃഖമായിട്ട് നമ്മളുടെ ഉള്ളിലുണ്ട്. എന്നിരുന്നാലും ഈ വാർഷികത്തിൻ്റെ പൂർത്തീകരണം വേണമെന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞതനുസരിച്ച് ഇന്ന് ഇവിടെ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കഴിഞ്ഞു. ശേഷമുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു. അതിന് നമ്മളെ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി തന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ വികാരിയച്ഛനാണ് കൂട്ടായ്മ, അല്ലെങ്കിൽ ഇങ്ങനെ നേരത്തെ നമ്മളുടെ വാർഡ് കൂട്ടായ്മകളുടെ വാർഷികം നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. അത് കൂട്ടായ്മയിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ ആ മധ്യസ്ഥൻ്റെ ഫീസ്റ്റിൻ്റെ അന്ന് നമ്മൾ ചെറിയതായിട്ട് വാർഷികം നടത്തിയിരുന്നു കുറേ വർഷങ്ങളായിട്ട്. ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ നമ്മളുടെ കൂട്ടായ്മകളുടെ വാർഷികം നടത്തണമെന്നും അതിന് വേണ്ട സൗകര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ 5 സോണുകളായിട്ട് തിരിച്ച് ഇവിടെ നമ്മളുടെ വാർഷികം എത്രയും ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി എല്ലാവിധ സഹകരണവും, അല്ലെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഈ ഇടവകയിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഇടവകയിലുള്ള അംഗങ്ങൾക്ക് ഈ പള്ളിയിലെ സൗകര്യങ്ങൾ ഉപയോഗിക്കണം എന്ന് അച്ഛൻ പറഞ്ഞ വാക്ക് എപ്പോഴും ഞാൻ ഓർക്കും. അത്രമാത്രം വിശാലമായ മനസ്സോടുകൂടി നമ്മുടെ പള്ളിയിലെ സൗകര്യങ്ങളെല്ലാം ഈ ഇടവകാംഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അവരത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് നമ്മളുടെ ഈ സ്റ്റേജും ഇവിടെയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നൽകി നമ്മളുടെ ഈ കൂട്ടായ്മ വളരെയധികം ഭംഗിയാക്കാൻ, എല്ലാ സോണിലെയും ഭംഗിയാക്കാൻ വേണ്ടി അച്ഛൻ നമ്മളോടൊപ്പം, നമ്മളെക്കാളുപരിയായി പ്രാർത്ഥനയിലൂടെ സാന്നിധ്യത്തിലൂടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അച്ഛന് വാളിയപ്പാടം സോണിൻ്റെ പേരിലും നമ്മളുടെ എല്ലാ കൂട്ടായ്മകളുടെ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട കൊച്ചച്ചൻ ഫാദർ മാത്യു തൈലച്ചൻ, വികാരിയച്ഛൻ എവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചച്ചനോട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അതുപോലെ തന്നെ വികാരിയച്ഛനുമായിട്ട് ആലോചിച്ച് അങ്ങനെ ഒരു സഹകരണത്തിൻ്റെ, ഒരുമയുടെ ഒരു ബന്ധം നമ്മളുടെ 2 അച്ഛന്മാരിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതുതന്നെ വളരെ വലിയൊരു മാതൃകയാണ്. ആ ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നെ കൊച്ചച്ചൻ എല്ലാ കാര്യത്തിലും, ഞങ്ങൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഇവിടെ നടക്കുന്ന എല്ലാ റിഹേഴ്സ് പ്രാക്ടീസിനും കൊച്ചച്ചൻ ഇവിടെ നമ്മളോടൊപ്പം വരികയും അഭിപ്രായങ്ങൾ പറയുകയും എങ്ങനെ ഏതെല്ലാം രീതിയിലാണ് അത് അവതരിപ്പിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് സഹായം നൽകുകയും എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം നിന്ന നമ്മളുടെ സ്നേഹമുള്ള കൊച്ചച്ചന് വാളിയപ്പാടം സോണിൻ്റെ പേരിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. അടുത്തത് നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ഈ സോണിൻ്റെ തന്നെ ലീഡറായ ബാബു ആമ്പശ്ശേരിയിലാണ്. എന്ത് കാര്യം പറഞ്ഞാലും അത് നടന്നോളും, പൈസ കുറവല്ലേ ബാബു, അത് കുഴപ്പമില്ല, അത് നടന്നോളും. അങ്ങനെ ഒരു ആത്മധൈര്യത്തോടു കൂടിയിട്ട് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും മുന്നോട്ട് നയിക്കാൻ ഒരു ശക്തി ആയിട്ട് പ്രവർത്തിച്ച ബാബു ആമ്പശ്ശേരി ഇന്നാണെങ്കിലും ഇവിടെ സ്നേഹവിരുന്ന്
അധ്യക്ഷനുമായ ബാബു ആമ്പശ്ശേരിന് നിങ്ങൾ ഈ സോണിൻ്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ നന്ദി അറിയിക്കും. അടുത്തതായി നമ്മളുടെ സോണിൻ്റെ ചാർജുള്ള സിസ്റ്റേഴ്സ്, സിസ്റ്റർ സോഫി, സിസ്റ്റർ റോസ്മി, സിസ്റ്റർ ഷാലൻ. സിസ്റ്റർമാർ അവർക്ക് തിരക്കുണ്ടായിരുന്നു, എങ്കിലും ഫോണിലാണെങ്കിലും കാര്യങ്ങൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് വരും നമ്മളോടൊപ്പം അവസാന റിഹേഴ്സലുകളിൽ എത്തിയിരുന്നു. സിസ്റ്റർമാർ നല്ല രീതിയിൽ നമ്മളുടെ പ്രോഗ്രാമുകൾ ചിട്ടപ്പെടുത്തുന്നതിന് സഹകരിച്ച സിസ്റ്റർമാർക്ക് നമ്മളുടെ സോണിൻ്റെ പേരിൽ ഉള്ള നന്ദി ഞാൻ അർപ്പിക്കുന്നു. അടുത്തതായി വലിയ മഠത്തിലെയും ശാലോ മഠത്തിലെയും മദർമാർ, അതുപോലെ ഈ സോണിൻ്റെ പേരിൽ നമ്മളുടെ ഓരോരുത്തരുടെയും നന്ദി ഞാൻ അർപ്പിക്കുന്നു. രണ്ട് മഠത്തിലെ സിസ്റ്റർമാർ നമ്മളുടെ ഈ പ്രോഗ്രാം കാണുന്നതിനും അത് ആസ്വദിക്കുന്നതിനും അത് വിജയിപ്പിക്കുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഓരോരുത്തർക്കും നമ്മളുടെ സോണിൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തത് പള്ളിയിലെ കൈക്കാരന്മാരായ പ്രിൻസ് വെള്ളാങ്കൽ, ഷൈൻ കുരിശിങ്കൽ, അനിൽ ഇടപ്പനാട്ട്. പ്രിൻസ് ഞങ്ങളുടെ സോണിൻ്റെ തന്നെ ഭാഗമാണ്, എങ്കിലും കൈക്കാരന്മാർ ഈ 3 പേരും നമ്മളിവിടെ പ്രോഗ്രാമിന് വരുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും നമ്മളോട് ഒത്ത് സഹകരിക്കുകയും ഇതിനുവേണ്ട സഹായം ചെയ്തു തരികയും ചെയ്തു. അവർക്ക് 3 പേർക്കും നമ്മുടെ സോണിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മളുടെ വാഴപ്പാടം സോണിലെ 4 വാർഡുകളിലെ ഭാരവാഹികൾ എല്ലാവർക്കും നമ്മളുടെ ഈ പ്രോഗ്രാം വിജയത്തിലെത്തിക്കാൻ നല്ലതായിട്ട് നമ്മളോടൊപ്പം ഒരുമിച്ച് കൂടി നിന്ന ഈ പ്രധാന ഭാരവാഹികൾക്ക് ഓരോരുത്തർക്കും സോണിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പള്ളി കമ്മിറ്റി അംഗങ്ങൾ ഇതിനോട് സഹകരിക്കുകയും നമ്മളോട് പ്രോഗ്രാമുകൾ കണ്ട് അതിൻ്റെ അഭിപ്രായം രൂപപ്പെടുത്തുകയും അത് വിജയിപ്പിക്കാനായിട്ട് നമുക്ക് സഹായം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും നമ്മളുടെ സോണിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മളുടെ നാടകം അച്ഛൻ പറഞ്ഞതുപോലെ മുതിർന്നവരുടെ പ്രോഗ്രാം വേണം എന്നുള്ള ഒരു വാശിയുടെ പുറത്ത്, അല്ലെങ്കിൽ വാശി എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ പ്രോഗ്രാമിൻ്റെ പൂർത്തീകരണം വരണമെങ്കിൽ താഴെ തൊട്ട് മോള് വരെയുള്ള എല്ലാവരും ഒന്നിച്ചു ചേരണം എന്നുള്ള ഒരു ചിന്ത വന്നു. അതിന് ആദ്യം അത് നടക്കുമോ എന്നുള്ള ഭയങ്കര ഒരു വിഷമമായിരുന്നു. എങ്കിൽ പോലും അത് നല്ല രീതിയിൽ അവർ ഒത്തുചേർന്നു. അത് നന്നായിട്ട് നല്ല ഒരു നാടകം തിരഞ്ഞെടുത്തു. ആ നാടകത്തിന് സാങ്കേതിക സഹായം നൽകിയ സണ്ണി സാറിനെ നമ്മളുടെ കൂട്ടായ്മയുടെ സോണിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നാടകത്തിൻ്റെ പശ്ചാത്തല സംഗീതവും മേക്കപ്പും ചെയ്ത ജയരാജ് കട്ടപ്പനയ്ക്കും നമ്മളുടെ സോണിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒരു പ്രോഗ്രാം വിജയിക്കണമെങ്കിൽ സ്റ്റേജ് ഭംഗിയായിരിക്കണം, നല്ല വെട്ടോ, പിള്ളേർ പറയുന്ന പോലെ ടീച്ചർ നല്ല ലൈറ്റൊക്കെ ഇടണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ലൈറ്റും സൗണ്ടും എല്ലാം നമുക്ക് നൽകി നമ്മളുടെ പ്രോഗ്രാമിനെ വിജയിപ്പിച്ച ജെയിംസ് തലോടി അവർക്ക് ഞാൻ നമ്മളുടെ സോണിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഏത് പ്രോഗ്രാമും അല്ലെങ്കിൽ ഏത് കൂട്ടായ്മയും പങ്കുവയ്ക്കലും സ്നേഹവിരുന്നും അല്ലെങ്കിൽ ഒരുമിച്ച് ചേരലും സ്നേഹവിരുന്നും കൂടി ചേരുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. നമ്മളുടെ ആദ്യത്തെ പ്രോഗ്രാമിനും സ്നേഹവിരുന്നുണ്ടായിരുന്നു, ഇതിന് ശേഷവും എല്ലാവർക്കും സ്നേഹവിരുന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് നമ്മൾക്ക് സ്നേഹവിരുന്ന് ചെയ്തു തന്ന ഐശ്വര്യ കാറ്ററിംഗ് ആൻഡ് സർവീസിലെ എല്ലാ അംഗങ്ങൾക്കും നമ്മളുടെ സോണിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ നന്ദി അറിയിക്കുന്ന ഒരു കൂട്ടർ നമ്മളുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തവരാണ്.
പങ്കെടുത്ത കുട്ടികൾ, കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ വലിയവർ അവരവരുടേതായിട്ടുള്ള പലതരം ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് ഇതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ 2-2.5 മാസത്തോളം ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലി നന്നായിട്ട് നിർവഹിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം നല്ല രീതിയിൽ അവതരിപ്പിച്ച എല്ലാ അംഗങ്ങൾക്കും നമ്മളുടെ സോണിന്റെ പേരിലുള്ള വലിയ ഒരു നന്ദി എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം കുട്ടികളുടെ പ്രോഗ്രാമിൽ ചുക്കാൻ പിടിച്ച ആൻലി വെള്ളാമിലാണ്. ആൻലി അതോടൊപ്പം തന്നെ നമ്മളുടെ വാർഡിലെ സോണിലെ എല്ലാ അംഗങ്ങളും വാർഷിക നടത്തിപ്പിന് വേണ്ട സാമ്പത്തിക സഹായവും സഹകരണവും എല്ലാം നൽകിയിട്ടുണ്ട്. അവരെ ഓരോരുത്തരും എല്ലാ കുടുംബാംഗങ്ങളെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നമ്മളുടെ സാന്നിധ്യം കൊണ്ട് നമ്മളുടെ വാർഷികം വളരെ മനോഹരമായി നല്ല രീതിയിൽ നടത്താൻ ഇവിടെ എത്തിച്ചേർന്ന മറ്റു സോണിലെ ധാരാളം അംഗങ്ങളുണ്ട്. ആദ്യത്തെ സമയത്തും ഇന്നും ധാരാളം അംഗങ്ങൾ വന്നിട്ടുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സോണിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓരോരുത്തർക്കും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഓരോരുത്തർക്കും ഒന്നുകൂടി ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെയും ഞാൻ ഇവിടെ ഓർക്കുന്നു. അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സോണിന്റെ പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി